ഹായ് ഓൾ. അപ്പോൾ രാത്രിയായപ്പോൾ ഓർത്ത് രണ്ടമ്മമാരെയും കൊണ്ടൊന്ന് ലുലു വരെ പോകാമെന്ന്. അപ്പോൾ പ്രശാന്തേട്ടൻ വന്നില്ല, ചേട്ടൻ പൊക്കോന്ന് പറഞ്ഞ ചേട്ടനാണെങ്കിലും ചേട്ടൻ വന്നില്ല, ഓട്ടോ വിളിച്ച് തന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോയുടെ സൈഡിലിരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിക്കണുണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് ഇല്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് ഒന്നും ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ലായിരുന്നു. 4 മണിക്ക് ചോറ് കഴിക്കാൻ ഇരുന്നപ്പം വീണ്ടും കസ്റ്റമേഴ്സ് വന്ന് അത് കളഞ്ഞിട്ട് പോയി. വിശന്നിട്ട് വയ്യായിരുന്നു. നേരെ ഫുഡ് കോർട്ടിൽ പോകാമെന്നുള്ള പ്ലാനിലൊക്കെ പോയതാണെങ്കിലും കയറുന്ന സമയത്ത് മാക്സിൽ സെയിലിൻ്റെ ബോർഡ് കണ്ടതുടനെ രണ്ടുപേരും അകത്ത് കയറി. ഇത് രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് മോളെ ഇത് കൊള്ളാമോ മോളെ ഇത് കൊള്ളാമോ എന്ന് ചോദിച്ച് ഞാൻ നമ്മൾ തമ്മിൽ ശ്രീകണ്ഠൻ നായരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരുന്നു. എന്നിട്ട് മിററിൽ നിന്ന് സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുത്തപ്പം ആ സമയപ്പോഴും അനിയനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ ബാക്കിയുള്ള ഷോപ്പിംഗ് കാര്യങ്ങളും ഗ്രോസറിയൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവർ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ ഞങ്ങൾ പാരഗണിൽ കയറി. രാത്രി ആയതുകൊണ്ട് തന്നെ പാരഗണിൽ അത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് എനിക്കൊന്നും അറിയത്തില്ല. ഒരു 10 മിനിറ്റ് ആയപ്പോഴാണ് ശകലം ഒന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഒന്ന് ലെവലായത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യെന്ന്. ഞാൻ എല്ലാം പറഞ്ഞ തല വിളിക്കണം എന്നല്ല, എൻ്റെ തല ഒന്നും കയറുന്നില്ലായിരുന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവൻ വെച്ചു. ഇതൊന്നും പോരാ, ഞാൻ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് മക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ഐസ്ക്രീം കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ തിരിച്ചിങ്ങി വന്നു.